തലസ്ഥാനത്തെ സിനിമാ ആസ്വാദകരെ സാക്ഷിയാക്കി നടൻ മോഹൻലാലിന് ശ്രീകുമാരൻ തമ്പി പുരസ്കാരം സമ്മാനിച്ചു. ചടങ്ങ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. മന്ത്രി സജി ചെറിയാൻ അടക്കമുള്ള പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. കവിയും ഗാനരചയിതാവുമായ ശ്രീകുമാരൻ തമ്പി ഫൗണ്ടേഷൻ സംഘടിപ്പിച്ച നിശാഗന്ധിയിലെ വേദി ആരവത്തോടെ കാണികൾ. മലയാളത്തിന്റെ പ്രിയ നടൻ മോഹൻലാലിന് ശ്രീകുമാരൻ തമ്പി പുരസ്കാരം മുഖ്യമന്ത്രി സമ്മാനിച്ചു. ധന്യമായ വേദിയിൽ സദസ്സിനെ സാക്ഷിയാക്കി ഇതാ പുരസ്കാര സമർപ്പണം. മലയാള ചലച്ചിത്ര കലാകാരൻ എന്ന അടിസ്ഥാന മേൽവിലാസത്തിൽ നിന്നുകൊണ്ട് തന്നെ ദേശീയ ചലച്ചിത്രകാരനായി ഉയർന്നു നിൽക്കുന്നു മോഹൻലാൽ. മികച്ച നടനുള്ള ദേശീയ പുരസ്കാരമടക്കം ദേശീയവും അന്തർദേശീയവുമായ ബഹുമതികൾ നേടി മലയാള സിനിമയുടെ യശസ് ഉയർത്തുന്നതിൽ വലിയ പങ്കുവഹിച്ച ഈ കലാകാരനോട് കേരളം കടപ്പെട്ടിരിക്കുന്നു. ഭാവവൈവിധ്യങ്ങളുടെ കലാകാരനാണ് മോഹൻലാൽ. എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അദ്ദേഹത്തിലെ മനുഷ്യത്വവും അതിൻ്റെ ഭാഗമായ ജീവകാരുണ്യ മനോഭാവവും. കേരളത്തിൽ പ്രളയ ദുരന്തമുണ്ടായപ്പോൾ ആദ്യഘട്ടത്തിൽ തന്നെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്കുള്ള തൻ്റെ സംഭാവനയുമായി മോഹൻലാൽ നേരിട്ട് വന്നത് ഓർമ്മിക്കുന്നു. ഈയിടെ വയനാട് ദുരന്തമുണ്ടായപ്പോഴും ആദ്യം തന്നെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കുള്ള സഹായം പ്രഖ്യാപിച്ചവരുടെ നിരയിലാണ് ശ്രീ മോഹൻലാൽ. ഏവരോടും നന്ദി അറിയിച്ച് മോഹൻലാലിൻ്റെ മറുപടി പ്രസംഗം. ചിലർക്കൊപ്പം ജീവിച്ചിരിക്കാനാവുക നമ്മുടെയൊക്കെ സുഹൃതമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അത്തരത്തിലൊരു മനീഷിയാണ് എനിക്ക് തമ്പി സാർ. 1000 പൂർണ്ണചന്ദ്രന്മാരെ കാണാനാവുക എന്നത് ആയുസ്സിൻ്റെ പുണ്യമായിട്ടാണ് നാം കണക്കാക്കുന്നത്. ശതാഭിഷിക്തനാകുന്ന ബഹുമാനപ്പെട്ട ശ്രീകുമാരൻ തമ്പി സാറിന് ആയുരാരോഗ്യ സൗഖ്യം നൽകി ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്നും ഇനിയും അർത്ഥസമ്പുഷ്ടമായ വരികളാൽ നമ്മെ സന്തോഷിപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. സാറിന് എല്ലാവിധ സർവ്വ ഐശ്വര്യങ്ങളും നേർന്നുകൊണ്ട് ഈ പുരസ്കാരം നിറഞ്ഞ മനസ്സോടെ ഞാൻ സ്വീകരിക്കുന്നു. ഇതിനെന്നെ തിരഞ്ഞെടുത്ത എല്ലാവർക്കും, പ്രത്യേകിച്ച് പ്രിയപ്പെട്ട തമ്പി സാറിന് ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. ചടങ്ങിൽ ശ്രീകുമാരൻ തമ്പിയെ ആദരിച്ചു. ഫൗണ്ടേഷൻ ചെയർമാൻ ഗോകുലം ഗോപാലൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ, മുൻ നിയമസഭാ സ്പീക്കർ എം വിജയകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.